വിശ്വാസ പരിശീലന രംഗത്ത് 50 വർഷം പൂർത്തീകരിച്ച കറുറ്റി ഫൊറോനയിലെ ബസ്ലഹം സെന്റ് ജോസഫ് ഇടവകയിൽ നിന്നുള്ള ഡേവിസ് കല്ലൂക്കാരൻ സാറിന് എറണാകുളം അങ്കമാലി അതിരൂപത കാറ്റഗീസം ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ ആശംസകളും നന്ദിയും അറിയിക്കുകയാണ്. നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. 50 വർഷം ഇങ്ങനെ വിശ്വാസ പരിശീലനത്തിൽ പ്രവർത്തിക്കാനായിട്ട് സന്തോഷത്തോടെ 50 വർഷം പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാം. സാറിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്താവോ? അപ്പൻ ഔസേപ്പ്, അമ്മ ഏലിയ. അപ്പനും അമ്മയ്ക്കും 8 മക്കളാണ് ആയുണ്ടായിരുന്നത്. 8 മക്കളിൽ 5ാമത്തെ ആളാണ് ഞാൻ. 5 പെൺമക്കളും 3 ആൺമക്കളും. അതിൽ 3 പെൺമക്കൾ സിസ്റ്റേഴ്സാണ്. അപ്പനും അമ്മയും മരിച്ചു. തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർ എൻ്റെ ഈ സന്തോഷവേളയിൽ ഏറെ സന്തോഷിക്കുന്നുണ്ടാവും. കാരണം അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ തലത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ ഭാര്യ ലിറ്റിൽ ഫ്ലവർ ഡേവിസ് അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. ഭാര്യയുടെ വീട്ടിൽ ഇതേപോലെ തന്നെ 3 സിസ്റ്റേഴ്സ് ഉണ്ട്. ഭാര്യയും എന്നെ ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. 3 മക്കൾ. മൂത്തവൾ ഡാലി കാഞ്ഞൂര് വിവാഹം ചെയ്തു, അവരവിടെ ഉണ്ട്. 2ാമത്തവൻ ദീപക്, അവൻ ഖത്തറിലാണ്, അവൻ്റെ വൈഫ് അയർലൻഡിലാണ്. ഇളയാള് ഡിക്സൺ ഡേവിസ്, അവൻ UK അവൻ്റെ ഭാര്യയും UK വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. വളരെ സന്തോഷമായിട്ട് പള്ളിയിലേക്ക് പോയി രസമായിട്ട് അങ്ങനെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. ഡേവി സാറിന് പേരക്കുട്ടികൾ എത്ര പേരുണ്ട്? പക്ഷേ എനിക്ക് ഒരു പേരക്കുട്ടിയാണുള്ളത്. ഇളയ മകൻ്റെ ഡിക്സൻ്റെ ലിയാം ദേവ് ഡിക്സൺ. 8 മക്കളുള്ള കുടുംബത്തിലാണ് ഡേവി സാറ് വളർന്നത്. അതിനുശേഷം വിവാഹിതനായിട്ട് 3 കുട്ടികൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ കുട്ടികളും വീട്ടിലില്ലാത്ത അവസ്ഥയാണ്. അവര് എല്ലാവരും വിദേശത്ത്. സാറിന് എങ്ങനെയാണ് ഈ മക്കളൊന്നും ഇല്ലാത്ത ഈ കുടുംബം ഫീൽ ചെയ്യുന്നത്? പക്ഷേ 8 മക്കളുള്ള ആ ജീവിതം എന്ന് പറയുന്നത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനും ഇടയ്ക്കിടയ്ക്ക് വേണമെങ്കിൽ വഴക്ക് കൂടാനും, പക്ഷെ ആ വഴക്ക് കൂടുന്നത് തന്നെ നമുക്ക് അങ്ങോട്ട് തിരുത്താനും, പിന്നെ അപ്പനും അമ്മയ്ക്കും ഈ പറഞ്ഞതുപോലെ എല്ലാവരും സമയം പള്ളിയിലേക്ക് വിടാനോ മറ്റു കാര്യങ്ങൾ പറയാനോ മറ്റുള്ള വളർത്താനോ സമയം സാവകാശം കിട്ടുകയില്ല. അപ്പോൾ ഈ മൂത്ത എൻ്റെ പെങ്ങന്മാരാണ്, ചേട്ടനൊക്കെയാണ് എന്നെ ഞങ്ങളെയൊക്കെ. അപ്പോൾ എല്ലാ സഹോദരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 8 മക്കളുണ്ട്. വലിയൊരു അനുഭവമായിരുന്നു. പച്ചനിക്ക് ചോദിച്ചതുപോലെ ഇപ്പം മക്കളില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ദുഃഖം തന്നെയാണ്, സംശയമില്ല കാര്യത്തിൽ. മക്കൾ വീട്ടിലുള്ളതാണ് ഏറ്റവും സന്തോഷം. അതേസമയം അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് രാവിലെ പള്ളി പോകും, തിരിച്ചു വരും, കുറച്ച് കൃഷിയും കാര്യങ്ങളുണ്ട്, പിന്നെ മറ്റ് പല കാര്യങ്ങളിലും ഞാൻ ഇൻവോൾവാണ്. അങ്ങനെ സന്തോഷമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. സാറിൻ്റെ ഓർമ്മകളെ 50 വർഷം പിന്നിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 50 വർഷം മുമ്പ് സാറ് വേദപാഠം പഠിപ്പിക്കാനായിട്ട് ഇടയായ സാഹചര്യം, അന്നത്തെ പള്ളിയിലെ അച്ഛൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കാവോ? തിരുവാലസയ്ക്ക് ഓൾട്ടർ ബോയ്സ്, അന്ന് മരിയൻ സൊഡാലിറ്റി ആയിരുന്നു, CLC സൊഡാലിറ്റി ആയിരുന്നു. ഈ 3 സംഘടനകളും എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓൾട്ടർ ബോയ്സ്, അൽത്താർ സംഘം. ഞാൻ അതിലായിരിക്കുമ്പോഴേ ഞാനന്ന് 10ാം ക്ലാസ്സിൽ, അന്ന് 10ാം ക്ലാസ് വരെ കാറ്റഗിസം ഉള്ളൂ. അന്ന് കാറ്റഗിസം, വേദപാഠം, വേദോപദേശം അങ്ങനെയൊക്കെയുള്ള പേരുകളും അറിയപ്പെട്ടിരുന്നത്. ഞാൻ 10ാം ക്ലാസ്സിലായിരിക്കുമ്പോഴേ തന്നെ എൻ്റെ അന്നത്തെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ജേക്കബ് പാറയിലച്ഛൻ വലിയ സ്പിരിച്വലായിരുന്നു. ഇടവകയെ ഒത്തിരി വളർത്തിയ നല്ലൊരു വികാരിച്ചനായിരുന്നു. പിന്നെ ഓൾട്ടർ ബോയ്സ് ആയിരിക്കുമ്പോൾ അന്ന് ഞങ്ങൾ 40ഓളം കുട്ടികൾ തന്നെ ഓൾട്ടർ ബോയ്സ് ആയിട്ടുണ്ട്. എല്ലാ ബുധനാഴ്ചയും ഞങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ട്, ഓൾട്ടർ ബോയ്സ് മീറ്റിംഗ് ഉണ്ട്. അന്ന് ഓൾട്ടർ ബോയ്സ് വെള്ളയും ധരിച്ചിരിക്കണം, വെള്ളമുണ്ടും ഫുൾ കൈം വെള്ള ഷർട്ടുമാണ്. ഒരു സെമിനാരിയൻസിൻ്റെ അതേ ശൈലിയിൽ തന്നെ. അപ്പം നമുക്കതൊരു വലിയൊരു അഭിമാനത്തോടു കൂടി നമ്മൾ അതിൽ പങ്കെടുത്തിരുന്നു, ഒത്തിരി സന്തോഷത്തോടെ. അച്ഛൻ എന്നും എപ്പോഴും ഞങ്ങളിൽ വലിയ ശ്രദ്ധയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അച്ഛനോട് വലിയ കാര്യമായിരുന്നു. എന്നോടും അച്ഛന് ഒരു പ്രത്യേക കരുതലുണ്ടായിരുന്നു. അധ്യാപകർ വരാത്ത ക്ലാസ്സുകളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ വിടുമായിരുന്നു.
അപ്പം ആദ്യമായിട്ട് എന്നെ വിട്ടത് 4ാം ക്ലാസ്സിലേക്കാണ്. അന്ന് എനിക്ക് എങ്ങനെ എടുക്കേണ്ടത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നോട് പറഞ്ഞു ഡേവിസ് പോയിട്ട് അവിടെ ഒന്ന് ക്ലാസ് എടുക്കുമെന്ന് പറയാറുണ്ട്. ഒരു പക്ഷേ അച്ഛനത് എന്നെ ഒന്ന് ക്ലാസ് എടുക്കുന്നതിന് ടെസ്റ്റ് ചെയ്തും കൂടി ആകാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ തന്നു ചെറിയ വേദോപദേശം പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഞാനൊന്ന് ഓർക്കുന്നു, ആദ്യം ഞാൻ പഠിപ്പിച്ച പാഠം പാപം എന്നാൽ എന്ത്. ഞാൻ പുസ്തകം എടുത്ത് ഞാനത് വ്യക്തമായിട്ടൊന്ന് വായിച്ചു. അവരെ കൊണ്ട് എനിക്ക് ആകാവുന്ന രീതിയിലൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിശദീകരിച്ചു. പരിപൂർണമായിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും എനിക്കാകുന്ന രീതിയിൽ ഞാനങ്ങ് തുടങ്ങി വെച്ചു. അച്ഛനവിടെ നിന്ന് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളൊക്കെ അന്ന് പള്ളിയകത്ത് വെച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കാറ്റഗിസത്തിലേക്കുള്ളൊരു എൻ്റെ മനസ്സിലേക്ക് അധ്യാപകനാകണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലേക്ക് വരുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, അടുത്ത ജൂൺ തുടങ്ങി ഡേവിസും ക്ലാസ് എടുക്കാനായിട്ട് അധ്യാപകനായിട്ട് വരണം എന്ന് പറയായിരുന്നു. പെട്ടെന്ന് നമുക്ക് ആദ്യം കേട്ടപ്പോൾ ഒരു ചെറിയൊരു സങ്കോചം, ഞാനതിന് യോഗ്യനാണോ? പക്ഷെ അങ്ങനെയുള്ളതായി വന്നു കഴിഞ്ഞപ്പോൾ അത് വലിയൊരു സന്തോഷത്തോടെ ഏറ്റെടുക്കാനായിട്ട് സാധിച്ചു. ഞാൻ 16ാമത്തെ വയസ്സിലാണ് അധ്യാപകനാകുന്നത്, കാറ്റഗിസം അധ്യാപകനാകുന്നത്. ഈ ഒരു ശുശ്രൂഷ വാസ്തവത്തിൽ ഒരു അധ്യാപകനാകാനുള്ള എൻ്റെ ആഗ്രഹത്തെ കൂടുതലായിട്ട് ജ്വലിപ്പിച്ചെന്നുള്ളതാണ്. അങ്ങനെ 19ാമത്തെ വയസ്സിൽ ഒരു അധ്യാപകനായിട്ട് മൂക്കുന്നൂർ അനാഥശാല സ്കൂളിലേക്ക് ഞാൻ കടന്നു വരികയാണ്. 19ാമത്തെ വയസ്സിൽ അവിടെ ചെന്നിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലിപ്പോഴും അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ കുറച്ചൊക്കെ നമുക്ക് അതനുസരിച്ച് നമ്മൾ രൂപപ്പെടാൻ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാം പരിപൂർണ്ണമായിരുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് 19 വയസ്സിൽ ചെന്ന് ഇപ്പം 21ാമത്തെ വയസ്സിലാണ് മാസ്റ്റർ എന്നോട് വിളിച്ച് പറയാണ്. ഞാൻ അന്നും അധ്യാപനം ചെല്ലുമ്പോൾ വെള്ളയാണ് അവിടുത്തെ വാട്ടർ ബോയിൽ നിന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ വെള്ളമില്ലിട്ടത് ചെല്ലുന്നത്. അപ്പം സാർ എന്നെ വിളിച്ച് പറഞ്ഞു, അടുത്ത ഒരാഴ്ച കഴിയുമ്പോൾ രാജഗിരി സ്കൂളിൽ വെച്ചിട്ട് KCS എന്നൊരു ക്യാമ്പ് വരുന്നുണ്ട്. ആനിമേറ്റേഴ്സ് ക്യാമ്പിൽ അഭിമന്യം മംഗളൂരു പിതാവ് പറഞ്ഞ വാചകം എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തായിരുന്നു. ടീച്ചിങ് ഈസ് നോട്ട് എ പ്രൊഫഷൻ ബട്ട് ഇറ്റ് ഈസ് ആൻ വൊക്കേഷൻ. അധ്യാപനം ഒരു ജോലി മാത്രമല്ല, അതൊരു വിളിയാണ്. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു വാചകമാണത്. അപ്പോൾ ഞാനൊരു അധ്യാപകൻ എന്ന രീതിയിൽ ഇത് പോരാ, കുറേയും കൂടി ഞാൻ കറക്റ്റ് ചെയ്യപ്പെടണം. കുട്ടികളുമായിട്ടും അധ്യാപകരുമായിട്ടും എവിടെയൊക്കെ അതിലൊരു ബോധ്യം മനസ്സിലേക്ക് വരുത്തിയൊരു വാചകമാണത്. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ KCSലും കാറ്റഗിസവും അധ്യാപനവും ഒന്നിച്ച് കൊണ്ടുപോയായിരുന്നു. കാറ്റഗിസം കുറേ കഴിഞ്ഞപ്പോൾ അത് വലിയൊരു പാഷനായിട്ട് എടുക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് പഠിപ്പിച്ച കുട്ടികൾ സാറ് എന്നെ പഠിപ്പിച്ചതുകൊണ്ട്, ഒരു ബസ്സിനകത്ത് അധ്യാപകർ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട്, ആ ഒരു ടീം സ്പിരിറ്റോട് പോയതുകൊണ്ട് അതെൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ മാറ്റിമറിച്ചു, ഒത്തിരി ഉയർച്ച ഉണ്ടാക്കി എന്ന് ഉള്ള വാചകങ്ങൾ കേൾക്കുമ്പോഴും അതാണ് ഒരു മതാധ്യാപകന് വിശ്വാസ പരിചയം കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷമായിട്ട് കാണപ്പെടുന്നത്. അധ്യാപനം ഒരു ദൈവവിളിയായി സ്വീകരിച്ച ഡേവിസ് മാഷ് 15ാം വയസ്സിൽ ആരംഭിച്ച വിശ്വാസ പരിശീലനം 50 വർഷം പൂർത്തിയാക്കി. 19ാം വയസ്സിൽ ആരംഭിച്ച അധ്യാപന ജീവിതം, റെഗുലർ സ്കൂളിലെ അധ്യാപകൻ എന്ന നിലയിലുള്ളത് 37 വർഷത്തോളം പൂർത്തീകരിച്ചു. സാറിന് ഇതിൽ നിന്ന് ലഭിച്ച സംതൃപ്തി എന്താണ്? നല്ല അനുഭവങ്ങൾ എന്താണ്? ഷെയർ ചെയ്ത നന്നായിരിക്കും. മതാധ്യാപകൻ, വിശ്വാസ പരിശീലകൻ എന്ന നിലയിൽ ഒത്തിരി സന്തോഷവും ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാൻ ആരായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, ഒരു അധ്യാപനം എങ്ങനെ ആയിരിക്കണം, കുടുംബത്തിൽ എങ്ങനെയായിരിക്കണം, വ്യക്തിത്വത്തിൽ എങ്ങനെയായിരിക്കണം, ഇതിനൊക്കെ ഒത്തിരിയേറെ കറക്ഷൻ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. ഒത്തിരിയേറെ കറക്ഷൻസ് ഇതിൻ്റെതായ ക്ലാസ്സുകളിൽ പോകുമ്പോൾ, മതപഠനത്തിൽ കുട്ടികളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, രക്ഷിതാക്കളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞാനൊക്കെ ഒത്തിരിയേറെ ഭാഗ്യവാനാണെന്നും മറ്റുള്ളവർ അതിലേക്ക് ആ ഭാഗ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണമെന്നും, മാത്രമല്ല ഞാൻ ഇങ്ങനെയായ പോരാ, കുറേ കൂടി ടീച്ചിങ്ങിലായാലും അത് അധ്യാപന രംഗത്തായാലും വേണമെന്ന് തന്നെ ബോധ്യപ്പെടുത്തുന്നത് സത്യത്തിൽ മതാധ്യാപകൻ എന്ന ആ ശുശ്രൂഷയാണ്.
തികഞ്ഞ സംതൃപ്തിയും സന്തോഷവുമാണ് സാറിന്റെ ഈ വിശ്വാസ പരിശീലന രംഗത്ത് നിന്ന് വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ രംഗത്ത് സാറിനെ വിഷമിപ്പിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച എന്തെങ്കിലും അനുഭവങ്ങളോ അവസരങ്ങളോ ഉണ്ടോ? ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട്. വീട്ടുകാരിൽ നിന്ന് എന്ന് പറയുമ്പോൾ കുടുംബക്കാര്, സ്വന്തം വീടല്ല, ഇവിടെ ഞായറാഴ്ചകളിൽ നമ്മൾ എല്ലാ ഞായറാഴ്ച ഒക്യുപ്പൈഡാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ, മിക്കവാറും ഫംഗ്ഷൻ നടക്കുന്നത് ഞായറാഴ്ചകളിലാണ്. അപ്പം സ്വന്തക്കാരായിട്ടുള്ളവരുടെ വീടുകളിൽ പോലും ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ അവർ ഒത്തിരി വിഷമം പറയും. എന്തൊക്കെ തന്നെയാലും ഈ കുടുംബം മറന്നിട്ട് ഞാൻ പറയും, ഞാൻ കാറ്റഗിസം മാസ്റ്ററാണ്, എനിക്കത് വിട്ട് പോരാൻ പറ്റുകയില്ല. അപ്പോൾ അവർ പറയാറ് ചെറിയ ഇതായിട്ട്, നീ നിൻ്റെ ഒരു കാറ്റഗിസം. അതേപോലെ തന്നെ ചില കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, കാറ്റഗിസം പഠിപ്പിച്ചാൽ എന്ത് കിട്ടും, നിനക്കൊരു പണിയുമില്ലേ? പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ഭക്തൻ എന്ന രീതിയിൽ അത് ഞാൻ കേൾക്കാതെ മാറി എന്നിങ്ങനെ അല്പസ്വല്പം ഒരു പരിഹാസത്തോടെയൊക്കെ ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആ വിഷമം പരിഗണിച്ചിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് അതിനേക്കാളേറെ സന്തോഷം സംതൃപ്തി വരുന്നൊരു രംഗമായതുകൊണ്ട് അത് ഒട്ടും പരിഗണിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും കേൾക്കുമ്പോൾ നമുക്കൊരു, കാരണം ഈ രംഗത്ത് വർക്ക് ചെയ്യുന്നവർ സമൂഹം ഒരു പരിധിവരെ ചിലപ്പം അംഗീകരിക്കണമെന്നില്ല. ചില ഘട്ടങ്ങളിൽ ഇടവക്കാൻ കുഴപ്പമില്ല, പക്ഷെ വേറെ ചില ഘട്ടങ്ങളിൽ ചെല്ലുമ്പോൾ അവർ ആ ഒരു രീതിയിലേക്ക് കാണാനൊക്കെ ശ്രമിക്കുമ്പോൾ നമുക്ക് അല്പം ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ അതൊക്കെ മറികടന്ന് പോകാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത് വലിയ സന്തോഷമായിട്ട് മനസ്സിൽ കാണും. ഇന്ന് ആ പറഞ്ഞവർ തന്നെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. അല്ല, കാര്യം ഞങ്ങൾ അന്നൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും സാറിൻ്റെ ഈ വഴിയാണ് കേട്ടോ ശരി, ഈ ഡേവിസിൻ്റെ ഈ വഴിയാണ് കേട്ടോ ശരി എന്ന് പറഞ്ഞ് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ബുദ്ധിമുട്ട് തോന്നി, ഇന്നിപ്പോൾ സന്തോഷമായിട്ട് മാറി. ഇട ദിവസങ്ങളില് മുഴുവനും സ്കൂളില്, വീക്കെൻഡിൽ പള്ളിയില്, എങ്ങനെയാണ് ഈ സമയം, അതായത് ഇത്രയ്ക്ക് കമ്മിറ്റ് ചെയ്ത് വിശ്വാസ പരിശീലനം ഈ 50 വർഷം പൂർത്തിയാക്കാനായിട്ട് സാറിന് പ്രചോദനമായി? പക്ഷെ എനിക്ക് തോന്നുന്നത് സമയം ഒരു പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, ആത്മാർത്ഥമായിട്ട് അത് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സമയം കണ്ടെത്താൻ സാധിക്കും. എല്ലാത്തിനും ഒരു ചിട്ടയോടുകൂടി നമ്മളൊരു ടൈം ടേബിൾ അനുസരിച്ചുകൊണ്ട് നീങ്ങിക്കഴിഞ്ഞാൽ അറിയാതെ ഈ കാര്യങ്ങളൊക്കെ അനുഭവം ചെയ്യും. പക്ഷെ അവിടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബോധ്യം ഉണ്ടാകണം, ആത്മാർത്ഥമായിട്ട് നമ്മളതിലേക്ക് ഇഴുകിച്ചേരണം. സാവധാനം എല്ലാം ശരിയായിക്കോളും. അല്പസ്വല്പമൊക്കെ പ്രതിസന്ധികളൊക്കെ ഉണ്ടായാലും സന്തോഷത്തോടെ അങ്ങ് ഫേസ് ചെയ്തുകൊണ്ട്, പോസിറ്റീവായിട്ട് അങ്ങോട്ട് ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ ചിന്ത പ്രത്യേകിച്ച് അത് വലിയ ഘടകമാണ്. ആരെന്ത് പറഞ്ഞാലും നമ്മളുടെ ചിന്ത പോസിറ്റീവായിരിക്കുക, നമ്മുടെ പ്രവർത്തനം ആത്മാർത്ഥമായിരിക്കുക. ബുദ്ധിമുട്ടുണ്ടായാൽ അതൊക്കെ നേരിടാനായിട്ട് ഈ 2 ഘടകത്തെ നമുക്ക് മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ശുശ്രൂഷയായിട്ട് അത് കണ്ടാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് ഭാരമായിട്ട് വരും. അങ്ങനൊരു സന്തോഷം അനുഭവിക്കാൻ സാധിച്ചുകൊണ്ടാണ് ഇതിലെല്ലാം മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്. ഇനി നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗിസമാണ് എൻ്റെ ബേസ് ആയിരുന്നത്. ഈ കാറ്റഗിസത്തെ ബേസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പാഠങ്ങൾ കൊണ്ടുകൊണ്ട് അധ്യാപകനാകാനും നേരത്തെ പറഞ്ഞ കേസിൽ പ്രവർത്തിക്കാനും സാധിച്ചതാണ് വലിയൊരു ഘടകമായിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിച്ച ഏറ്റവും നല്ല ഘടകം. ഇപ്പോഴത്തെ തലമുറയിലെ അധ്യാപകരെ എന്താണ് എന്തെങ്കിലും പോരായ്മകൾ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ എന്താണ് നന്മകളായിട്ടുള്ളത് ഒന്ന് വിലയിരുത്തി പറയാവോ സാറേ? കുട്ടികൾ വെറൊരു അധ്യാപകനെ അല്ല അവിടെ കാണുന്നത്. കാര്യം കുറെ പഠിപ്പിച്ചു പോകുന്ന അധ്യാപകനല്ല. താൻ പറയുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ചോദ്യം ചെയ്യും. സംശയമില്ല കാര്യത്തിലാണ്. നമ്മൾ പള്ളിയിൽ എല്ലാ ദിവസവും വരണം, ഭക്തിയോടുകൂടി പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കണം, കുമ്പസാരിക്കണം, കുർബാന സ്വീകരിക്കണം കേട്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു വെച്ചും വിശ്വാസ പരിശീലനം ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ ആ അധ്യാപകൻ പറയുന്നത് ഒരിക്കലും മുഖവിലേക്ക് എടുക്കില്ല. മാത്രമല്ല നമ്മൾ തിരിച്ചു ചോദിക്കുകയും ചെയ്യും, സാറ് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി കുമ്പസാരിച്ചിട്ട്, കുർബാന കണ്ടിട്ട് എല്ലാ കുർബാന കാണാൻ വരുന്നുണ്ടോ, സാധിക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ടോ, അവൻ ചോദിക്കാൻ പഠിക്കുകയില്ല. മാത്രമല്ല അത് കുട്ടി ചോദിക്കുന്നു എന്ന് മാത്രമല്ല,
നാം ആ ബോധ്യത്തോടുകൂടി ഈ ഇത് ശുശ്രൂഷയാണെന്ന് കണ്ടുകൊണ്ട് ഇതിൽ വന്നാൽ മാത്രമേ വിശ്വാസ പരിശീലന റോള് പൂർത്തീകരിക്കപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ പറയുമ്പോൾ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയെക്കാളും വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് സ്വീകാര്യനായിട്ടുള്ള, നല്ല സ്വഭാവമുള്ള, പോസിറ്റീവ് എനർജി കൊടുക്കുന്ന, തമ്പുരാനെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു മോഡലായിരിക്കും വിശ്വാസ പരിശീലനം. നിർഭാഗ്യവശാല് ചില സ്ഥലങ്ങളിൽ നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ആളുകളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ അധ്യാപകനെ തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരാളെ കിട്ടാത്തതിൻ്റെ പോരായ്മയായിരിക്കാം. പക്ഷെ ഇത് ദുർമാതൃകയായിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് വലിയൊരു വെല്ലുവിളിയാണ്. കുട്ടി ഒരിക്കലും പിന്നെ ഈ രംഗത്തേക്ക് വരില്ല എന്നുള്ളതാണ്. അപ്പോൾ പള്ളിയിൽ വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വൈകി വന്നു കിട്ടുന്നു. പണ്ടത്തെ കാര്യം ഒരാൾ ചെറിയൊരു കൂടെ ഉണ്ട് കേട്ടോ. ഇന്ന് വൈകി എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അവനെ ഒരു ദേഷ്യപ്പെടുന്ന ഒരു മനോഭാവനയായിരിക്കാം. എനിക്കനുഭവമായിട്ടുണ്ട്. ഞാൻ പതുക്കൊന്ന് പറയും, പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ പറഞ്ഞ് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. കുട്ടി വൈകി വരാനായിട്ട് കാരണം അതായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഓടിപ്പിടഞ്ഞ് അമ്മ വീട്ടിൽ നിന്ന് മറ്റാണ് കുട്ടി വന്നത്. പക്ഷെ നമ്മൾ പള്ളിയിൽ കൃത്യമായിട്ട് വരാണ്ടായപ്പോൾ ഇന്ത്യ വരാത്ത ഒന്ന് എണീപ്പിച്ച് നിർത്തിയിട്ടൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞിട്ടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം എന്നുള്ളതാണ്. അപ്പോൾ കുട്ടിയെ മനസ്സിലാക്കിക്കൊണ്ട്, കുട്ടിയുടെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട്, കാരണം മാതാപിതാക്കളുമായിട്ട് നല്ല ബന്ധം പുലർത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കുന്ന, പള്ളിയോടും പട്ടക്കാരോടും ചേർന്ന് നിൽക്കുന്ന, അത് വളരെ അടിവരയായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള വ്യക്തികളെ ഇതിന് യോഗ്യനായിട്ടുള്ളൂ. അല്ലാതെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസ്വസ്ഥതകളുണ്ടാകും. നല്ല രീതിയിൽ ഇടവകി മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. പലരും മുഖത്ത് നോക്കി, ഇവിടുത്തെ കാരണന്മാരും മുഖത്ത് നോക്കി ചോദിക്കും. അപ്പോൾ അവിടെ അസ്വസ്ഥതകളുണ്ടാകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇക്കാര്യം ബോധ്യപ്പെടേണ്ടത് മതാധ്യാപകനാണ്. ഈ ശുശ്രൂഷയ്ക്ക് വന്നാൽ തീർച്ചയായിട്ടും ഇതൊരു ശുശ്രൂഷയായിട്ട് തന്നെ കാണണം. അതിൽ മറുവശം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ എല്ലായ്പ്പോഴും കാണുന്നത് എല്ലാം ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ലാഭ നഷ്ടക്കണക്കുകളാണ്. പക്ഷെ ഞാൻ പറയും, ഏറ്റവും ആത്മസംതൃപ്തിയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത സംതൃപ്തിയും ദൈവാനുഗ്രഹവും പോസിറ്റീവായുള്ള അവസ്ഥകളും കിട്ടുന്നത് പ്രാധ്യാപകനായി. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ശുശ്രൂഷയിൽ തീർച്ചയായിട്ടും പ്രാധ്യാപകർ കടന്നു വരണം. അങ്ങനെയുള്ളവരാണ് ഇന്നത്തെ സമൂഹത്തിൽ സ്വീകാര്യനാകും, ഏറ്റവും ഭംഗിയായിട്ട് ആ ശുശ്രൂഷ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. വിശ്വാസ പരിശീലകര് പള്ളിയും പട്ടക്കാരും ആയിട്ട് യോജിച്ചു പോകേണ്ടവരാണ് എന്ന് സാറ് പറഞ്ഞു വെച്ചു. ചിലപ്പോൾ ചില പള്ളികളിൽ വികാരിയച്ഛന്മാർ മാറി വന്നൊക്കെ കഴിയുമ്പോൾ അധ്യാപകരും വികാരിയച്ഛനൊക്കെ ആയിട്ട് ചിലപ്പോൾ അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. സാറിൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന്, പല വികാരിയച്ഛന്മാരെയൊക്കെ കണ്ടതിൽ നിന്നും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, അധ്യാപകരെന്ന നിലയിൽ അതിന് എങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വന്നാൽ തന്നെയും എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്ന് സാറ് ഒന്ന് സംസാരിക്കാമോ? അച്ഛൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത്, ആദ്യം പറഞ്ഞതുപോലെ വിശ്വാസ പരിശീലകര് മോഡലായിരിക്കണം, വളരെ ക്ഷമാശീലരുമാകണം. വികാരിച്ചന്മാര് മാറി വരുമ്പോൾ നമുക്കറിയാം, ഒരു വികാരിച്ചൻ്റെ ശൈലിയല്ല വേറെ വികാരിച്ചൻ്റേത്. മുമ്പുണ്ടായിരുന്ന വികാരിച്ചൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നതുപോലെ പിന്നീട് വരുന്ന നമുക്ക് തരണമെന്നില്ല. ചിലപ്പോൾ ഒരു മതാധ്യാപകന് കൊടുക്കേണ്ട സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ നമുക്ക് ചിലപ്പോൾ മുൻ വികാരിമാർ തന്നിട്ടുണ്ടാകാം. പക്ഷെ പിന്നീട് വരുന്ന വികാരിമാര് അത് വേണ്ട, നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മതാധ്യാപകർക്ക് വലിയൊരു എന്താ പറയുക, ഒരു വിഷമമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തൊക്കെ തന്നെ പ്രയാസങ്ങൾ നേരിട്ടാലും, എന്തൊക്കെ എന്താ പറയുക, പൊതുവേദിയിലായാലും, പ്രത്യേകിച്ച് പൊതുവേദികളിൽ ഒക്കെ അഭിപ്രായങ്ങൾ പറയേണ്ട സന്ദർഭത്തിലായാലും, അച്ഛൻ്റെ ശൈലിയോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ ഒരിക്കലും പരസ്യമായിട്ട് മറ്റുള്ള മുമ്പിൽ നമ്മൾ ഒരു കാരണവശാലും അത് ചിത്രീകരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടുകൂടി പേഴ്സണലായിട്ട് അച്ഛൻ്റെ അടുത്ത് ചെന്ന്
അച്ഛനുമായിട്ട് നല്ല സൗഹൃദത്തിൽ സംസാരിച്ച് ഇന്ന കാര്യങ്ങൾ ഈ രീതിയിലാണ് ഇവിടെ നടന്നു പോയിരുന്നത്, അച്ഛൻ നമുക്ക് എന്താ വേണ്ടേ. അങ്ങനെ വരുമ്പോൾ 2 പേരും കൂടി, മതാധ്യാപകരും അതുപോലെ തന്നെ ഇടവ വൈദികനും ചർച്ച ചെയ്ത് നമുക്ക് സ്വീകാര്യമായ പൊതുവായ കാര്യത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ അത് വളരെ ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യും. അച്ഛന്മാരുടെ ഭാഗത്തു നിന്നും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയോട് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഓരോ പള്ളിയിലും അച്ഛന്മാർ 3-4 വർഷം കഴിയുമ്പോൾ അവർ പോകേണ്ടി വരുന്നു. മാറ്റമില്ലാതെ പള്ളിയിൽ എപ്പോഴും തുടരുന്നത് മതാധ്യാപകരാണ്. സ്വാഭാവികമായിട്ടും അവർ കപ്പ്യാരന്മാരെ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പെട്ടെന്നൊരു ശൈലി മാറ്റി പറയുമ്പോൾ മതാധ്യാപകർക്കായാലും ഇടവകയിലായാലും മറ്റുള്ളവർക്കായാലും അതിൻ്റെതായ പിന്നെ അസ്വാസ്ഥ്യം ഉണ്ടാകും എന്നുള്ളൊരു ബോധ്യം അച്ഛന്മാർക്കുണ്ടാകുന്നത് നല്ലതാണെന്നുള്ള ചെറിയ എളിയ അഭ്യർത്ഥനയുണ്ട്. മിക്കവാറും എൻ്റെ അനുഭവത്തിൽ ആദ്യഘട്ടങ്ങളിൽ ഒരല്പസ്വല്പമൊക്കെ അസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് അത് മനസ്സിലായിട്ട് വരുമ്പോൾ ഈ തരത്തിൽ അച്ഛനുമായിട്ട് സംസാരിച്ച് വരുമ്പോൾ അത് മാറ്റി വളരെ ഭംഗിയായിട്ട് സ്മൂത്തായിട്ട് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. വന്ന വഴി 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ഒരു ആക്ഷനിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ മുറിവണങ്ങാനായിട്ട് പല ഇടവകളിലും സമയം എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് അധ്യാപകരും പിന്നെ വൈദികരും അങ്ങനെ ആ തലത്തിലേക്ക് വരണം എന്നുള്ളതാണ് എനിക്ക് അതേപ്പറ്റി പറയാനുള്ള അഭിപ്രായം. കുട്ടികളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക, പ്രാർത്ഥനയിൽ വളർത്തുക, ഈ ലക്ഷ്യത്തോടെ നാം വിശ്വാസ പരിശീലനം നടത്തുമ്പോൾ അതിരൂപതാ തലത്തിൽ ഈ വിശ്വാസ പരിശീലന രീതികളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നോ എന്തെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കണമെന്നോ സാറിന് തോന്നാറുണ്ടോ? വിശ്വാസ പരിശീലനം വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്ന നല്ല രൂപതയാണ് എറണാകുളം കമല രൂപത, സംശയമില്ല കാര്യത്തിൽ. പക്ഷേ അത് വിശ്വാസ പരിശീലനം ആകണമെങ്കിൽ കുറെ കൂടി ജീവിതഗന്ധിയാകണം. കാറ്റഗിസം, വേദപഠനം, മതബോധം എന്നൊക്കെ ആദ്യം പറഞ്ഞതിൽ വിശ്വാസ പരിശീലനത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രക്ചറലായിട്ട് സ്കൂൾ തലത്തിലുള്ള ആ പഠനം പോലെ കുറേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നു. നമ്മുടെ സിലബസ് കാരണമാണത്. ആ സിലബസിനൊക്കെ ഒന്ന് ലഘൂകരിച്ചുകൊണ്ട് അഡോപ്റ്റ് എ ഫാമിലി പ്രോഗ്രാം, സോഷ്യൽ ഔട്ട്റീച്ച് പ്രോഗ്രാം, അതുപോലുള്ള പ്രോഗ്രാംസ് താഴ്ന്ന ക്ലാസ്സുകളിൽ നിന്ന് തുടങ്ങി തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ഇന്ന് തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ സിലബസിന്റെ ബാഹുല്യം കാരണം നമുക്കതിന് സമയം കിട്ടാതെ വരുന്നു. 11-12 ക്ലാസ്സുകളിൽ അതിന് മാർക്കുള്ളത് കൊണ്ട് നടുവിൽ പല സ്ഥലത്തും നടന്നു പോകുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി ജീവിതഗന്ധിയായിട്ട് വീടുകളിലേക്ക് ചെന്ന് ആദ്യം പറഞ്ഞതുപോലെ കുടുംബ മതബോധത്തിൽ കുറേ കൂടി ശ്രദ്ധ നമ്മളുടെ വിശ്വാസ പരിശീലനം കിട്ടത്തക്ക രീതിയിൽ കുടുംബ സന്ദർശനങ്ങൾ, കുട്ടികളോടൊപ്പം ഓരോ ക്ലാസ്സിലെയും കുട്ടികളോടൊപ്പം ആ ക്ലാസ് വീടുകളൊന്ന് വിസിറ്റ് ചെയ്യാൻ സാധിച്ചാൽ, പ്രത്യേകിച്ചും നമ്മുടെ പാരൻസുമായിട്ടൊന്ന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് വീടുകളിൽ ചെന്ന് അങ്ങോട്ട് വരുത്തി ഒപ്പിടിക്കലോ അല്ലെങ്കിൽ സെമിനാർ നടത്തുന്നു അതിനൊക്കെ ഉപരിയായിട്ട് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നതാണ്. അവരുടെയും കൂടെ ആവശ്യമായിട്ട് മാറും. അവരുടെ ഏറ്റവും വലിയ അധ്യാപകർ, ആദ്യത്തെ അധ്യാപകരുടെ ബോധ്യം അവരിലേക്ക് വരും. അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സിലബസ് എന്നുള്ളത്, മൊത്തത്തിലുള്ളതാണ്. അപ്പം അതിനെ രൂപത തലത്തിൽ കുറച്ച് പാഠഭാഗങ്ങളെ മാറ്റി നിർത്തിയാലും ഇതുപോലുള്ള ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ കൂട്ടാൻ, കൂദാശകളുടെ യോഗ്യതയോടുകൂടിയുള്ള സ്വീകരണം, വളരെ സജീവമായിട്ട് ദിവ്യബലിയിൽ പങ്കെടുക്കുക, കുംഭസാരിക്കുക, കുർബാന സ്വീകരിക്കുക, ഇതിലൊക്കെ കുറേ കൂടി സജീവമാക്കത്തക്ക രീതിയിൽ കുറച്ചും കൂടി ശ്രദ്ധ വരത്തക്ക രീതിയിൽ അതിൻ്റെ പരിശീലനങ്ങളും ഇതിനോടൊപ്പം നടക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഇൻറ്റൻസീവ് കോഴ്സിലൂടെ അനുബന്ധിച്ച് കുർബാനയെ പറ്റിയുള്ള കൂടുതൽ ഭാഗം കൊടുത്താൽ വളരെ നന്നായിരിക്കും. പ്രാർത്ഥനയിൽ വളരാമെന്നുള്ള ഈ പ്രാവശ്യത്തെ ആപ്തവാക്യം വളരെ നല്ലതാണ്. കാരണം പ്രാർത്ഥിച്ച് അത് കുടുംബത്തിലായാലും എവിടെയായാലും പള്ളിയിലായാലും നമ്മുടെ എല്ലാ പ്രവർത്തനവും പ്രാർത്ഥനയിലൂടെ തുടങ്ങണമെന്നുള്ള ചിന്ത മനസ്സിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വർഷത്തെ മുദ്രാവാക്യം വളരെ ആപ്തവാക്യം വളരെ നല്ലതാണ്. അതേപോലെ കുറേ കൂടി നേരത്തെ പറഞ്ഞതുപോലെ ജീവിതഗന്ധിയാക്കാൻ പറ്റിയ പരിശീലനത്തിന് കൂടുതൽ സമയം കിട്ടുന്ന, ഓരോ പരിശീലന വേദിയെയും
അത് നേരിട്ട് കണ്ടൊന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് അധ്യാപകർക്കും സിസ്റ്റേഴ്സിനും, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിനും വൈദികർക്കുള്ള അവസരം കിട്ടത്തക്ക രീതിയിലേക്ക് അതിനെ വളർത്തേണ്ടിയിരിക്കുന്നു. അതാണ് ജീവിതഗന്ധി എന്ന രീതിയിൽ ഞാൻ ചിന്തിക്കുന്നത്. ഡേവി സാറെ, സാറിൻ്റെ അനുഭവങ്ങൾക്കും നല്ല വാക്കുകൾക്കും നന്ദി പറയുകയാണ്. 50 വർഷത്തെ ഈ വിശ്വാസ പരിശീലനം അതിരൂപതയ്ക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഏതവസ്ഥയിലാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ നിങ്ങൾ ദൈവത്തെ പ്രഘോഷിക്കുക. ഒരു അധ്യാപകൻ എന്ന നിലയിൽ സാറ് വളരെ കൃപാപൂർണമായി ആ വിളി ദൗത്യം നിർവഹിച്ചു. സാറിന് 50 വർഷം തികച്ചെങ്കിലും പ്രായമായിട്ടില്ല. സാർ ഇനിയും സന്തോഷത്തോടെ ഈ ശുശ്രൂഷ നിർവഹിക്കണം. നമ്മുടെ രൂപതയിലെ വിശ്വാസ പരിശീലകർക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ ഇനിയും മാതൃകയും പ്രചോദനവുമായിട്ട് ജീവിക്കണം. സാറിനോടുള്ള അതിരൂപതയുടെ നന്ദി കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് പേരിൽ അറിയിക്കുന്നു. നല്ലവനായ ദൈവം സാറിനെയും സാറിന്റെ കുടുംബത്തെയും എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാറിന് എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സാറേ. ഒത്തിരി നന്ദി, സന്തോഷം. അതിരൂപത മതബോധന കേന്ദ്രത്തോടുള്ള എൻ്റെ നന്ദിയും കടപ്പാട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തോടും ഭാര്യയോടും മക്കളോടും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എൻ്റെ ഇപ്പോഴത്തെ വികാരിച്ചൻ പൊതുവേലി തറച്ചനോടും മതബോധന കേന്ദ്രത്തോടും ഇടവകങ്ങളോടുമുള്ള പ്രത്യേക നന്ദി, ഇടവകങ്ങളുടെ നന്ദിയും കടപ്പാടും ഒന്നുകൂടെ അറിയിക്കുന്നു. അച്ഛൻ ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഈ പുതിയ ഉദ്യമത്തിൽ അച്ഛന് എല്ലാവിധ ആശംസകളും ഒത്തിരി സന്തോഷം തരുന്നതായിരുന്നു. താങ്ക് യു. സാറേ നന്ദി കേട്ടോ. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.